ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊരു ബയോമെട്രിക് മെഷീൻ വളരെ വലിയ റേറ്റ് ഒന്നും കൊടുക്കാതെ നിങ്ങളുടെ ഓഫീസിലേക്ക് അറ്റൻഡൻസ് മാനേജ് ചെയ്യാനും ബേസിക് ആയിട്ടുള്ള രീതിയിൽ ആക്സസ് കൺട്രോളർ സെറ്റപ്പും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ഇത് ഞങ്ങൾ അറ്റൻഡൻസിന് വേണ്ടി മാത്രമല്ല ഈ ഒരു ഓഫീസിൽ ഇത് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ആക്സസ് കൺട്രോളറായിട്ട് ഡോറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ ഡിവൈസ് നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ESSL എന്നുള്ള കമ്പനി, ഇന്ത്യൻ കമ്പനിയാണ് ESSL. കഴിഞ്ഞ ഒരു 10-18 വർഷമായിട്ട്, 18 അല്ല അതിൽ കൂടുതൽ വർഷമായിട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രീമിയം പ്രോഡക്റ്റുകൾ മാത്രം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ESSL എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഓഫീസിൽ ഞാൻ ESSLന്റെ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹിക്വിഷൻ്റെ ഫേസ് ഡിറ്റക്ഷൻ ടെർമിനൽ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടും ബേസ് മോഡലാണ് ഈ ഒരു ഓഫീസിൽ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്കൊരു 100 സ്റ്റാഫ് വരെയൊക്കെയാണ് നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് അല്ലല്ലോ ഫാക്ടറിയിലൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ബേസ് മോഡൽ ഡിവൈസ് തന്നെ മതി. പക്ഷെ ബേസ് മോഡൽ എടുക്കുമ്പോഴും അതിന് തൊട്ട് പൊക്കത്തുള്ള ഡിവൈസ് എടുക്കുമ്പോഴും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് ഞാൻ എന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ പേര് ഷിനു എന്നാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് നെക്സ സിസ്റ്റം എന്നുള്ള പേരിൽ എറണാകുളത്ത് ഈ ഒരു ബിൽഡിങ്ങിൽ ഇലക്ട്രോണിക് സെക്യൂരിറ്റി ആൻഡ് ഓട്ടോമേഷൻ ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഞങ്ങൾ ഇതേപോലുള്ള AI ക്യാമറാസ്, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ഡിവൈസുകൾ, ഫേസ് ഡിറ്റക്ഷൻ ടെർമിനലുകൾ, ആക്സസ് കൺട്രോൾ മെഷീൻസ്, ബൂം ബാരിയർ, അതുപോലെ ഓട്ടോമേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹാവൽസിൻ്റെ ഒക്കെ ഓതറൈസ്ഡ് ഓട്ടോമേഷൻ സ്ഥാപനമാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള പല ടെക്നിക്കൽ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ, നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഉപകാരപ്പെട്ടില്ലെങ്കിലും പിന്നീട് ഉപകാരപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് വളരെ വില കുറഞ്ഞ് കാണുന്നുണ്ട്. പക്ഷേ ESSLന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ ഈ കാണിച്ചതുപോലെ ESSLന്റെ വെബ്സൈറ്റിൽ വളരെ വ്യക്തതയോട് കൂടി അവർ എഴുതി വെച്ചിട്ടുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലെയുള്ള ഏത് ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ നിങ്ങൾ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് വാറണ്ടിയോ ഗ്യാരണ്ടിയോ അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ സപ്പോർട്ടോ ടെക്നിക്കൽ സപ്പോർട്ടോ ഒന്നും അവർ തരില്ല എന്നുള്ള കാര്യം. അതായത് അവരുടെ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡീലറിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള ഏത് പ്രോഡക്റ്റിനും ബയോമെട്രിക് ഡിവൈസുകൾക്ക് എല്ലാം വാറണ്ടിയും ഗ്യാരണ്ടിയും സപ്പോർട്ടും കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിവൈസിന് E-Time ട്രാക്ക് ലൈറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. ആ ഒരു സോഫ്റ്റ്വെയറിന് ലൈസൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ. പക്ഷേ ഈ ലൈസൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ കമ്പനിയിൽ തന്നെ കോൺടാക്ട് ചെയ്യേണ്ടി വരും. അതൊരു ഡീലർ വഴി മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസ് ഞങ്ങളെപ്പോലുള്ള ഇൻ്റഗ്രേറ്റേഴ്സ് ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അറൗണ്ട് ഒരു 10,000 റുപ്പീസോളം ചാർജ് ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പ്രോഡക്റ്റ് മാത്രമല്ല അതിനകത്ത് വരുന്നത്. ആ പ്രോഡക്റ്റ്, അതിൻ്റെ സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയറിൻ്റെ ലൈസൻസ്, അതിൻ്റെ ടെക്നിക്കൽ ട്രെയിനിങ്. ഇപ്പോൾ നിങ്ങളിപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഇൻസ്റ്റലേഷൻ ചെയ്ത് തന്നു കഴിയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ആ ഒരു ഡിവൈസിനെ പറ്റി കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവില്ല. അതിനകത്ത് എങ്ങനെയാണ് നമ്മളൊരു യൂസറെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഒരു സ്റ്റാഫിനെ നമ്മളെങ്ങനെ ക്രിയേറ്റ് ചെയ്യും, ഒരാൾ പോയി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ റിമൂവ് ചെയ്യും, അതുപോലെ അറ്റൻഡൻസ് എങ്ങനെയാണ് മാനേജ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് അങ്ങ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് കുറേ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സ്ഥാപനം അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് നിങ്ങൾക്ക്, ഇപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തേക്ക് കംപ്ലീറ്റ് സപ്പോർട്ട് വിത്തൗട്ട് എനി കോസ്റ്റ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡൗട്ടാണ്, ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റും ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ ആവശ്യമാണോ എന്ന്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ കോൺഫിഗറേഷൻ ടൈമിൽ നമുക്ക് എന്തായാലും ഇൻ്റർനെറ്റ് ആവശ്യമാണ്. കാരണം നമുക്കൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുണ്ടല്ലോ, E-Time ട്രാക്ക് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ലൈസൻസും ആക്ടിവേറ്റ് ചെയ്യണം. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു കമ്പ്യൂട്ടർ ഓഫീസിൽ വെക്കുന്നുണ്ടെങ്കിൽ നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു ലാപ്ടോപ്പ് നിങ്ങൾ ഈ ഒരു ഓഫീസിലേക്ക് കൊണ്ടുവരണം. ഇതിനകത്ത് നമുക്ക് പുതിയ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പഴയവരെ കളയാനും അതുപോലെ റിപ്പോർട്ടൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പണ്ടത്തെ നമ്മുടെ നോക്കിയയുടെ ഫോണിലൊക്കെ ഉള്ള പോലെ തന്നെ ഇങ്ങനെ കീപാഡ് ഉണ്ട് ഇതിൻ്റെ പുറത്ത്, കണ്ടോ? ഈ കീപാഡിൽ ഞെക്കിക്കൊണ്ട് നമുക്ക് യൂസറൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ കീപാഡ് യൂസ് ചെയ്തുകൊണ്ട് യൂസറെ ഒന്നും ആഡ് ചെയ്യണ്ട എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് മാത്രമല്ല വളരെയധികം ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് അത് പറയുന്നത്. അപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ വഴി ഇതിനെ ആക്സസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ആ സൈറ്റിൽ ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ വെക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതിന് പകരം നിങ്ങൾക്ക് ഈ ഡിവൈസ് അവിടെ വെക്കാം,
വർക്ക് ചെയ്യിപ്പിക്കാം, ഒരു കുഴപ്പമില്ല. പഞ്ച് ചെയ്യണതിൻ്റെ അതായത് ഓരോ വ്യക്തികളും വന്ന് പഞ്ച് ചെയ്യുമ്പോൾ ലാപ്ടോപ്പിലോട്ടോ കമ്പ്യൂട്ടറിലോട്ടോ അല്ല അതിൻ്റെ പഞ്ചിങ് ഡീറ്റെയിൽസ് പോകുന്നത്. ഇതിനുള്ളിലൊരു മെമ്മറി ഉണ്ട്. 1,00,000 പ്രാവശ്യം നമ്മളിങ്ങനെ കൈ വയ്ക്കുന്ന, അതായത് ഓരോ പ്രാവശ്യം നമ്മൾ വിരൽ വയ്ക്കുമ്പോഴും കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോഴും അതെല്ലാം ഒരു എൻട്രി ആയിട്ടാണ് പോകുന്നത്. അങ്ങനത്തെ 1,00,000 എൻട്രി ഇതിൻ്റെ ഉള്ളിൽ സേവ് ചെയ്യാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. അതായത് എപ്പോഴും നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. നമുക്ക് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ കൊണ്ടുവന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒന്ന് നമുക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് ഡാറ്റ പുള്ളി ചെയ്തെടുക്കാനൊക്കെ യൂസ് ചെയ്താൽ മതി. ഇനി പുതിയൊരാൾ വരുമ്പോഴത്തേക്കും നമുക്ക് ലാപ്ടോപ്പ് കൊണ്ടുവന്നുണ്ടെങ്കിൽ നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഞാൻ പറയണത് ഈ ഒരു ഡിവൈസ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇല്ലാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പല ആളുകളും ഇപ്പോൾ ചിലപ്പോൾ കമൻറ്റ് ചെയ്തേക്കാം അല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനി ഈ ഒരു ഡിവൈസിന്റെ വാറണ്ടിയെ പറ്റി പറയുവാണെങ്കിൽ 3 സാധനങ്ങൾക്ക് കമ്പനി വാറണ്ടി കൊടുക്കുന്നില്ല കേട്ടോ. അതായത് ഈ ഒരു ഡിവൈസിന്റെ പ്രിസം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് ഇവിടെ ഇരിക്കുന്ന ഈ റീഡ് ചെയ്യുന്നതിന്റെ അടുത്തുള്ള ഒരു സാധനമാണ് പ്രിസം. അപ്പോൾ ആ പ്രിസത്തിന് കമ്പനി വാറണ്ടി കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു വർക്ക്ഷോപ്പിലേക്കൊക്കെയാണ് എടുക്കാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ചൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല. അവിടെ നമുക്ക് വേണ്ടത് ഫേസ് ഡിറ്റക്ഷൻ ടെർമിനാണ് ഹിക്യൂഷൻ്റെ ഒക്കെ. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ കൈവിരൽ കൊണ്ട് വെക്കേണ്ട ഒരു പരിപാടി ഇല്ലല്ലോ. അല്ലെങ്കിൽ ഓയിലൊക്കെ പുരണ്ട കൈ ഇവിടെ കൊണ്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വാറണ്ടി കമ്പനി തരത്തുമില്ല. അതൊന്ന്. 2, ഇതിൻ്റെ കൂടുതൽ ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. ആ അഡാപ്റ്റർ ഒരു 12 വോൾട്ട് അഡാപ്റ്ററാണ്. ഇതിനകത്തുണ്ട്, ബോക്സിനുള്ളിൽ തന്നെ എല്ലാം വരുന്നുണ്ടത്. അപ്പോൾ ആ 12 വോൾട്ട് അഡാപ്റ്ററിന് കമ്പനി വാറണ്ടി കൊടുക്കുന്നില്ല. പിന്നെ മൂന്നാമതായിട്ട് ഇതിൻ്റെ ബാറ്ററിക്കാണ്, അതിനും വാറണ്ടി കമ്പനി കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾക്ക് വാറണ്ടി ഇല്ല. ബാക്കി ഈ ഒരു ഡിവൈസിന് 1 ഇയർ സർവീസ് വാറണ്ടിയാണ് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന് AMC കൊടുക്കുന്നുണ്ട്. അതായത് 1 വർഷത്തേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതിന് എന്തൊക്കെ ഇഷ്യൂസ് വരുന്നുണ്ടോ ആ ഒരു ഇഷ്യൂസിൽ ഞങ്ങൾ ഫ്രീ സർവീസാണ് ഓഫർ ചെയ്യുന്നത്. ഓൺലൈൻ സപ്പോർട്ട് 24 hours നമ്മൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഇപ്പോൾ നിങ്ങൾ പഞ്ചിങ്ങിൻ്റെ സമയത്തൊക്കെ നേരിടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അതിന് റെസൊല്യൂഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി ഇത് ഏതൊക്കെ രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിംഗർ പ്രിന്റ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കാർഡ് സപ്പോർട്ട് ചെയ്യും. ഒരു കാർഡ് ഈ ഒരു ഡിവൈസിനോടൊപ്പം വരുന്നുണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, അത് പ്രോക്സിമിറ്റി കാർഡാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്പർ പ്രസ് ചെയ്തുകൊണ്ടും ഇതിനകത്ത് പഞ്ചിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 രീതിയിൽ ഇത് വർക്കാവും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഹിക്യൂഷൻ്റെ ഡിവൈസ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഹിക്യൂഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതൊരു ഫേസ് ഡിറ്റക്ഷൻ ടെർമിനലാണ്. അപ്പോൾ നമുക്ക് പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഞെക്കോ പിടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ വന്നിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ പഞ്ചിങ് നടക്കും. അതുപോലെ തന്നെ ഹിക്യൂഷൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിമോട്ട് പഞ്ചിങ് പോസിബിൾ ആണ്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫീസിൽ അത് ഇൻസ്റ്റലേഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ ടെക്നീഷ്യൻസ് ഒക്കെ സൈറ്റിലേക്ക് പോയി കഴിയുമ്പോൾ അവർക്ക് ആ ഒരു സൈറ്റിൽ നിന്ന് തന്നെ പഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് അവർ കോട്ടയത്തേക്കാണ് പോയേക്കണമെങ്കിൽ കോട്ടയത്തു നിന്ന് അവർക്ക് അവരുടെ ഫോണിലൂടെ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് അവർ കോട്ടയത്തു നിന്നാണ് പഞ്ച് ചെയ്തതെന്ന് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഹിക്യൂഷൻ്റെ ആ ഒരു ഡിവൈസിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഏറ്റുമാനൂരിലേക്ക് ഒരു സൈറ്റ് വിസിറ്റിന് വേണ്ടിയിട്ട് ഒരു ടെക്നീഷ്യൻ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മാപ്പിൽ, അതായത് ഈ സോഫ്റ്റ്വെയറിലെ മാപ്പിൽ അത് ഏറ്റുമാനൂരിൽ നിന്ന് അവൻ പഞ്ച് ചെയ്താൽ മതി എന്ന് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഏറ്റുമാനൂരിൽ നിന്ന് മാത്രമാണ് പഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ പഞ്ച് ചെയ്തേക്കണ ആ ഒരു സമയം എനിക്ക് കറക്റ്റായിട്ട് ഇവിടെ അറിയാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ടെക്നീഷ്യൻ എത്ര മണിക്ക് ഇവിടെ എത്തി എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ 2 ഡിവൈസുകളും ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ ബേസ് മോഡൽ ഡിവൈസുകളാണ്. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറയുവാണെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് നമുക്കൊരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞങ്ങൾ റീസെൻ്റ്ലി ഇൻസ്റ്റലേഷൻ ചെയ്തേക്കണ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ അതിനകത്ത് ഞാൻ കാണിച്ചിരിക്കണമെന്ന് വെച്ചാൽ ഹിക്യൂഷൻ്റെ ഫേസ് ഡിറ്റക്ഷൻ ടെർമിനലാണ്. അപ്പോൾ ആ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന അത്രയും വ്യക്തികളുടെ ഫേസ് നമ്മൾ സ്കാൻ ചെയ്ത് ആ ഒരു ഡിവൈസിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ അപ്പാർട്ട്മെന്റിലുള്ള വ്യക്തികൾ നടന്നു വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ സ്ലൈഡിംഗ് ഗ്ലാസ് ഡോർ തുറക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പുറത്തുനിന്നുള്ള ഒരു വ്യക്തിക്കും ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതേപോലെ സ്ലൈഡിംഗ് ഗ്ലാസ് ഡോറും നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഓട്ടോമേഷൻ ആണത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട്, ലൈറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് അതിനൊരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നെക്സ സിസ്റ്റർ നിങ്ങൾ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കാം ഒരു ഗാഡ്ഗറ്റ്സും, അതായത് യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ഗാഡ്ഗറ്റ്സും ഞാൻ എൻ്റെ ഈ ഒരു ചാനലിലൂടെ ഒരിക്കലും പബ്ലിഷ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.